അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനും സാലിയും, അതായത് സൊലാലയും കൂടെ ലുസൈലിൽ പോവാണ്. ഇവിടെ എന്തൊക്കെയോ പരിപാടി നടക്കുന്നുണ്ട്. ഈദ് ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ സൊലാല നടക്കുന്നത്? സ്കൈ അവിടെ എന്തൊക്കെയോ പരിപാടി നടക്കുന്നത്. ഞാൻ എന്തായാലും അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. കോർണിഷ് വഴിയാണ് പോകുന്നത്. ഈ സ്ഥലം കണ്ട ഖത്തറിലുള്ളവർക്ക് മനസ്സിലാവും, കോർണിഷിലേക്കൂടെയുള്ള വഴിയാണ് ഇത്. നമ്മുടെ കോർണിഷ് എന്നൊക്കെ കഴിഞ്ഞ് വെസ്റ്റ് ബേ വഴി ലുസൈലിലേക്ക് പോകുന്ന വഴിയാട്ടോ. ഈ ഒരു ബ്രിഡ്ജും എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും മുന്നേ. ഇതൊക്കെ കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ലുസൈലിലെത്തി കേട്ടോ സ്ഥലത്ത്. പക്ഷെ നമ്മൾ കുറച്ച് ഡിലേ ആയിരുന്നു. അവിടെ എത്തുമ്പോഴത്തേക്ക് പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. കാരണം കുറച്ച് സ്ഥലത്ത് ബ്ലോക്കൊക്കെ കിട്ടി. അങ്ങനെ നമ്മൾ മെല്ലെ അവിടെ എത്തി കേട്ടോ. പക്ഷെ നമ്മൾ ദൂരത്തു നിന്ന് കണ്ടു പരിപാടിയൊക്കെ. പാരച്യൂട്ടിലൊക്കെ എന്തൊക്കെയോ ആക്ടിവിറ്റീസ് അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. കുറേ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് മനസ്സിലായില്ല, പക്ഷേ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് നമ്മൾ ബൊളിവാർഡിലേക്ക് നടക്കുകയാണ്. പോകുന്ന വഴിക്ക് നല്ല ആവേശത്തിൽ പോയി. പക്ഷേ ഇതിൻ്റെ അവസാനം എത്തിയപ്പോൾ അവിടെ നിന്ന് സെക്യൂരിറ്റി തടഞ്ഞു കേട്ടോ. ഫാമിലി ഉണ്ടെങ്കിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെ ഞാനും സൊലാലയും കൂടെ വേറൊരു ഫാമിലീൻ്റെ അടുത്ത് സംസാരിച്ച്, മലയാളി ഫാമിലീൻ്റെ അടുത്ത് സംസാരിച്ച് അവർ ഓക്കെ പറഞ്ഞ് അങ്ങനെ അവരുടെ കൂടെ ഉള്ളിൽ പോയത്. അങ്ങനെ നമ്മൾ ഉള്ളിലെത്തി. Subiendo y bajando, subiendo y bajando, bailando, 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 bailando. Ese fuego por dentro me va enloqueciendo, me va saturando. Con tu física y tu química. ഇതിൻ്റെ ഉള്ളിലെത്തിയപ്പോഴാണ് നമ്മൾക്ക് പരിപാടിയുടെ മൊത്തം വൈബ് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇത് ലുസൈൽ സ്കൈ ഫെസ്റ്റിവലാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊട്ടും പ്ലാനില്ലാണ്ട് വന്നൊരു പരിപാടിയാണ്. പക്ഷേ വന്നിട്ട് കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടി കേട്ടോ. ആകാശത്ത് നടത്തിയ എല്ലാ പരിപാടിയും എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അപ്രതീക്ഷിതമായി ഉണ്ണിയെ കണ്ടു. പിന്നെ ഫുൾ ടൈം ഉണ്ണീൻ്റെ കൂടെയായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ബാക്കി പരിപാടിയൊക്കെ നമ്മൾ കണ്ടു. നൈസായിരുന്നു. അങ്ങനെ ഇവിടുത്തെ ലേസർ ഷോ സ്റ്റാർട്ട് ചെയ്തു. സത്യം പറഞ്ഞാൽ ഇന്ന് അവിടുത്തെ തിരക്കുണ്ട് ഞാൻ ശരിക്കും ഷോക്കായി കേട്ടോ. കാരണം ഇത്രയും തിരക്ക് ഞാൻ അടുത്തൊന്നും ഖത്തറിൽ കണ്ടിട്ടില്ല. ഫിഫയുടെ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ലുസൈലിൽ ഇത്രയും ക്രൗഡായിട്ട് കണ്ടത് കുറേ നാളുകൾക്ക് ശേഷം. സത്യം പറഞ്ഞാൽ സന്തോഷമായി, ഇത്രയും ആൾക്കാർ വന്നല്ലോ പരിപാടിക്കൊക്കെ. അങ്ങനെ ലേസർ ഷോവും ഡ്രോൺ ഷോ അങ്ങനെ പരിപാടീസൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. നിന്ന് കണ്ടു. വൈകുന്നേരം 4 മണിക്ക് വന്ന പരിപാടി നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോയത് അവസാനം 9:30-10 മണിയൊക്കെ ആയിട്ടോ പരിപാടിയൊക്കെ കണ്ടു തീരാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ അത് പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉണ്ണിയുടെ ഫ്രണ്ട്സ് എല്ലാവരും വന്നു, 3 പേര്. അങ്ങനെ അവരുടെ അടുത്ത് കുറേ സമയം കത്തിയടിച്ചിരുന്നു. പരിപാടിയൊക്കെ അവരും ഉണ്ടായിരുന്നു ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ലേസർ ഷോ ഒക്കെ ഉഷാറായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഈവൻ നമ്മുടെ സ്കൈയിൽ നടന്ന നമ്മുടെ ഫ്ലൈറ്റ്സിൽ കുറേ ലൈറ്റിങ്സും പിന്നെ അതുപോലെ ഫയർ വർക്ക്സ് ഒക്കെ ചെയ്യുന്ന കുറേ പരിപാടീസ് ഉണ്ടായിരുന്നു. ഇത് ഗംഭീരമായിരുന്നു, കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഈ പരിപാടിയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഖത്തറിൽ മുന്നേ ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കാണാത്തോണ്ടായിരിക്കും ചിലപ്പോൾ. ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ശരിക്കും വിചാരിച്ചു കേട്ടോ, ഈ പരിപാടിക്ക് വന്നിട്ടില്ലെങ്കിൽ വമ്പൻ നഷ്ടം സംഭവിച്ചേനെ. കാരണം അടുത്തൊന്നും ഇനി ചൂടുകാലം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ പരിപാടിയൊക്കെ കുറച്ച് ഡൗൺ ആവും. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത വേറെ എന്തെങ്കിലും വലിയ പരിപാടി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ വന്ന സ്ഥിതിക്ക് നമ്മളൊക്കെ ഹാപ്പിയായി. ഇത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഫയർ വർക്ക്സ് സ്റ്റാർട്ട് ചെയ്തു. ഫയർ വർക്ക്സ് അത്യാവശ്യം നല്ല സമയം ഉണ്ടായിരുന്നു കേട്ടോ. ഉഷാറ് ഫയർ വർക്ക്സ് ആയിരുന്നു. നാട്ടിലെ നമ്മുടെ തെയ്യങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഫയർ വർക്ക്സൊക്കെ കണ്ട ഒരു എഫക്റ്റ് കിട്ടി. അതിനേക്കാളും കളർഫുള്ളായിരുന്നു ഫയർ വർക്ക്സ്. സൗണ്ട് ഉണ്ടാവില്ല ഇവിടുത്തെ വെടിക്കെട്ടൊന്നും. വളരെ ചെറിയ സൗണ്ടും ഫുൾ കളർഫുള്ളായിരിക്കും. അങ്ങനെ പരിപാടിയൊക്കെ നമ്മൾ അവസാനിപ്പിച്ച് തിരിച്ചു പോയി കേട്ടോ. അപ്പോൾ കണ്ടവരുടെ എല്ലാവരോടും താങ്ക് യു. ബാക്കിയുള്ള കുറച്ച് ഫയർ വർക്ക്സും കൂടി കാണാം. അപ്പോൾ ഗുഡ് ബൈ.